ആര്യ രാജേന്ദ്രന്റെ തോൽവി അത് എങ്ങനെ നോക്കിക്കാണുന്നു? അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് LDF-ന് ഉണ്ടായിട്ടുള്ളത്. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. ആര്യ രാജേന്ദ്രന്റെ തോൽവി ഞാൻ എങ്ങനെ നോക്കി കാണണമെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം തന്നെ ഒരു പടുകൂറ്റം കുടിക്കാത്ത കൊണ്ട് തള്ളിയിട്ട് പോലെ ആക്കിയത്. പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൊത്തത്തിൽ തന്നെ അവതാളത്തിലാക്കി. കുഞ്ഞിന്റെ പഠനം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആ ഒരു കരയേറിയിട്ടില്ല ഒരു അവസ്ഥ എന്താണ് എന്ന് വാസ്തവത്തില് എനിക്കറിയില്ല, മറ്റുള്ളവർക്ക് അറിയാമോ എന്ന് അറിയില്ല. അന്ന് പറഞ്ഞ എന്നെ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാണിച്ചു തരാം, കോടതിയിൽ പോയി നീതി നേടുന്നതാണ്. കോടതിയിൽ പോയ പോലും നിനക്ക് നീതി കിട്ടൂല എന്നുള്ള അവസ്ഥയിലാണ് അന്ന് സംസാരിച്ച് കേസ് കൊടുത്ത് നീതി നേടാനാണ് അന്ന് പറഞ്ഞത്. അപ്പൊ അത് പ്രതിയാണ് ഞാൻ പിന്നെ കേസിന് പോയതും. പിന്നെ നമ്മളെ പോലെയുള്ള പാവങ്ങളെ ഒക്കെ ഈ ഇലക്ഷനിലുണ്ടായ തിരിച്ചടി എന്ന് വെച്ചാൽ നമ്മളെ പോലെ എനിക്കുണ്ടായതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഉണ്ടായി കാണും. അതിന്റെ തിരിച്ചടികളാണ് ഈ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂട്ടുന്നു കിഴിക്കുന്നു മനുഷ്യൻ, എല്ലാം വെട്ടുന്നു തിരുത്തുന്നു കാലം. മേട്ടിൽ കൂട്ടിയ കണക്കെല്ലാം തലയൂട്ടിൽ മായ്ക്കുന്നു ദൈവം. ഇപ്പം BJP കോർപ്പറേഷൻ പിടിച്ചല്ലോ, അതായത് ഒരു വൻ വിജയം തന്നെയാണ്. ആരെങ്കിലും താങ്കളെ വിളിക്കുകയോ BJP-ന്നോ ആരെങ്കിലും വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. തരകനെ കാണാൻ എന്നെ അനുവദിച്ചേ പറ്റൂ, ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആര്യ രാജേന്ദ്രൻ ഇലക്ഷന് മുമ്പ് ഭരണം പോകുന്നതിന് തൊട്ട് മുമ്പാണ് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. ഇയാൾക്കെന്താ വേണ്ടേ? നിന്നെ എന്നെയോ? പക്ഷെ ഇനി അവരെ വീണ്ടും കേസിലെ കൂട്ടുപ്രതിയോ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വക്കീല അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇപ്പം പിൻബലമില്ല, പാർട്ടിയുടെ പിൻബലമില്ല, കഴിഞ്ഞുമല്ല. കൂട്ടുപ്രതിയല്ല, അതല്ലാതെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. പെണ്ണൊരും പെട്ടാൽ പടച്ചുവിട്ട ബ്രഹ്മാവിന് പോലും രക്ഷ കിട്ടില്ലെന്ന് അറിയാലോ. 20-ാം തീയതി മൊഴി കൊടുക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി മൊഴി കൊടുക്കുകയാണ്. എല്ലാം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ കൊടുക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ ആവത്തില്ലേ? പൈസയാവും. പിന്നെ കുറെയൊക്കെ വക്കീല് ഫീസ് വാങ്ങുന്നില്ല, ഇപ്പൊ വാങ്ങുന്നില്ല. എന്തെന്ന് വെച്ചാൽ പൈസ എന്തെങ്കിലും കിട്ടുന്ന അവസ്ഥയിൽ തന്നാൽ മതി. നിലവിലെ മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. അതിനിടെ 1 ഇഞ്ച് പിന്നോട്ടില്ലെന്ന വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ട് ആര്യ 1 ഇഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറില്ല. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരത്തിൽ മുകളിലുള്ളവരോടുള്ള അതിവിനയവും ഓഫീസിലെത്തുന്നവരെ കാണാൻ കൂട്ടാക്കാത്ത പ്രവണതയും തുടങ്ങി. ഇതൊരു ശല്യമായല്ലോ. ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയും CPIM നേതാവ് വഞ്ചിയൂർ ബാബുവിന്റെ മകളുമായ ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷെ മേധാവിത്വം പാടില്ല. അഭിപ്രായം പാർട്ടി തള്ളി ആര്യയെ പൂർണ്ണമായും പിന്തുണച്ചാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തിയത്. ഗായത്രി ബാബുവിന്റെ പ്രസ്താവന അത് വ്യക്തിപരമായിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനം മാത്രമാണ്, പാർട്ടിയുടെ അഭിപ്രായമല്ല. കനത്ത തോൽവിക്ക് പിന്നാലെ തലസ്ഥാനത്തെ CPIM-ൽ പൊട്ടിത്തെറി. മേഡം ഇത്ര ചെറുപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിവിടെ പ്രസക്തമായ ഒരു കാര്യമല്ല. തൽക്കാലം ചാർജ് ഒഴിയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന പോരായ്മയെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ശക്തമായി. അവരുടെ വാർഡിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിറവേറിയില്ല എങ്കിൽ സംസാരിക്കാനുള്ള ഒരു വേദി തന്നെയാണ് ഈ കൗൺസിൽ. അവിടെ സംസാരിച്ച് തന്നെ പോകും. അല്ല, നിങ്ങളായിട്ട് പറഞ്ഞു വെച്ചതല്ലേ, പറയുമ്പോ തിരിച്ചു പറയണമല്ല. ഓക്കെ, നിങ്ങൾ പറയുമ്പോ എല്ലാം കേട്ടിരിക്കുക, മറ്റുള്ളവർ പറയുമ്പോ അത് പറഞ്ഞു പോകുക എന്ന് പറയുന്നത് അത് ശരിയല്ല. ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വാർഡിലുള്ളവർക്ക് വേണ്ടി. അതിൽ നിന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമില്ല, ഒരു ഡെപ്യൂട്ടി മേയറുമില്ല, ആരുമില്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ് എന്നുള്ള ഒരു ചിന്തയോടുകൂടി പെരുമാറാൻ ഇനിയെങ്കിലും വരുന്നവര് ശ്രമിക്കുക. ആർക്കും എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മേയർ ആര്യ രാജേന്ദ്രൻ എത്തുന്നു. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നാണ് ആര്യ രാജേന്ദ്രന്റെ വാട്സാപ്പ് സ്റ്റാറ്റസ് വന്നിരിക്കുന്നത്. അടുത്ത കോമഡി ഒരു വിലയില്ലാതെ കാണുന്ന ഒരു സ്വഭാവവും പ്രവൃത്തിയാണ് എന്ന് എൻ്റെ അടുത്ത് തന്നെ കാണിച്ചത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഇനി ഒരു പെൺകുട്ടിക്ക് ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകണം. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മാറ്റം വരുത്തിയാലേ ഇനി
മുന്നോട്ടുള്ള പോക്ക് നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അടുത്ത് കാണിച്ചത് ഉൾപ്പെടെ ഒരു സെക്യൂരിറ്റി ഒരു ചേട്ടൻ്റെ അടുത്ത് ഇതേപോലെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. ജനങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ മനസ്സിലായി കാണുക ഇവരെ സ്വഭാവം കാര്യങ്ങളും. ചോദിക്കേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ലോ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. വിക്ഷേപിക്കുമ്പോൾ ഏതാണ് ഇന്ധനം ഉപയോഗിക്കേണ്ടത് രാഷ്ട്രീയക്കാർ പ്രധാനമന്ത്രിയല്ലോ തീരുമാനിക്കുന്നത്. ഐഎസ്ആർഒയിലെ ശാസ്ത്രജ്ഞന്മാരല്ലേ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPM-ന്റെ പരാജയം ആര്യ രാജേന്ദ്രന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടി എന്ന ആര്യക്കെതിരെ നിയമ പോരാട്ടം നടത്തുന്ന മുൻ KSRTC ഡ്രൈവർ യദു. ജോലി നശിപ്പിച്ചപ്പോൾ മേയറിന് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പം മേയറിന് മനസ്സിലായി കാണും. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും